നമസ്കാരം. ഈ വർഷം എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ നേടിയെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നായി ഇത് മാറാൻ സാധിക്കട്ടെ. രാജ്യവും ലോകരാഷ്ട്രങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾ നടത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ സമയത്താണ് നിങ്ങൾ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏത് ബ്രാഞ്ച് പഠിച്ചാലാണ് ജോലി സാധ്യത എന്നതിനേക്കാൾ ഉപരി എങ്ങനെ പഠിച്ചാലാണ് ജോലി സാധ്യത എന്ന കാര്യത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ ജോലി ഉറപ്പായും ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് ഞാനിത് ഉറപ്പിച്ചു പറയുന്നത്? കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഇൻഡസ്ട്രീസിലും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിച്ചതിൻ്റെ, അതോടൊപ്പം തന്നെ ഒരു ദശാബ്ദത്തിലേറെ കാലം വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു പഠിച്ചാൽ ജോലി ഉറപ്പായിരിക്കും. അത് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുക. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. നമ്മളൊരു രഹസ്യ കോഡ് ഉപയോഗിച്ചാണ് ഈ പഠന രീതി പഠിക്കാൻ പോകുന്നത്. രഹസ്യ കോഡ് ആദ്യം പറയാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ APS IPS, ഒന്നുകൂടി പറയാം, APS IPS എന്നീ അക്ഷരങ്ങൾ കൂടുന്ന 6 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം പഠിക്കാൻ പോകുന്നത്. ഇക്കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് കോളേജുകളിൽ എങ്ങനെയാണ് ജോലി ലഭിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. സാധാരണ രീതിയിൽ നിങ്ങളുടെ പഠനകാലത്തിൻ്റെ അവസാന വർഷത്തിലാണ് കോളേജുകളിലേക്ക് കമ്പനികൾ റിക്രൂട്ട്മെൻറ്റിനായി വരുന്നത്. കോളേജിലെ അധ്യാപകരും പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകം ശ്രദ്ധ ഇക്കാര്യത്തിൽ ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് എല്ലാ വർഷവും കോളേജുകളിലേക്ക്, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രത്യേകിച്ചും ധാരാളമായി കമ്പനികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതത് കോളേജിലെ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി എപ്പോഴും നല്ല സഹകരണത്തോടെ പ്രവർത്തിക്കുന്നതിന് പ്രത്യേകം തീരുമാനിക്കേണ്ടതുണ്ട്. കമ്പനികൾ വരുന്ന മുറയ്ക്ക് അവർ പ്രത്യേകമായും 3 കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഒന്ന്, അക്കാദമിക നിലവാരം, അക്കാഡമിക്സ്; വ്യക്തിത്വം, പേഴ്സണാലിറ്റി; പ്രവർത്തന വൈദഗ്ധ്യം, സ്കിൽസ്. ഈ 3 കാര്യങ്ങളാണ് എല്ലായ്പ്പോഴും കമ്പനികൾ ആവശ്യപ്പെടുന്നത്. ഈ 3 കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്, പഠനകാലത്ത് തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്ന 6 കാര്യങ്ങൾ APS IPS നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിൽ ഓരോ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുകയും എഴുതിയെടുക്കുകയും ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് വഴി ഷെയർ ചെയ്താൽ അതിന് മറുപടി നൽകാം. ഒന്നാമത്തേത് A ഫോർ അക്കാഡമിക്സ്. എഞ്ചിനീയറിംഗ് പഠനത്തിൽ അക്കാദമിക്സിൻ്റെ സാധ്യതകളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ഏറ്റവും വലിയ ഗ്രേഡുകൾ നേടേണ്ടതുണ്ടോ, സാധാരണ ഗ്രേഡ് മതിയോ എന്നതാണ് പ്രധാനമായും നടക്കുന്ന ചർച്ച. നമുക്ക് ലഭിക്കാൻ പോകുന്ന ജോലി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന 2 കാര്യങ്ങൾ എടുത്താലും അക്കാദമിക നിലവാരത്തിന് ഒരു പ്രത്യേക പെർസെൻറ്റേജ് പ്രാമുഖ്യം തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് വാങ്ങാൻ സാധിക്കുന്നവർ ഏറ്റവും ഉയർന്ന ഗ്രേഡ് തന്നെ വാങ്ങുക. ഏറ്റവും ചുരുങ്ങിയത് 7 CGPA എങ്കിലും നേടിയെടുക്കുന്നതിനുള്ള ശ്രദ്ധ ആദ്യം മുതൽ ഉണ്ടാകണം. സെക്കൻഡ്ലി, P ഫോർ പ്രോഗ്രാമിംഗ് സ്കിൽസ് ആൻഡ് കോഡിംഗ് സ്കിൽസ്. മുൻകാലങ്ങളിൽ മാത്തമാറ്റിക്സിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കമ്പനികൾ നൽകിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രത്യേകമായ വളർച്ചയുടെ ഭാഗമായിട്ട് പ്രോഗ്രാമിംഗ് സ്കിൽസ് അല്ലെങ്കിൽ കോഡിംഗ് സ്കിൽസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നിങ്ങൾ +2 വിദ്യാഭ്യാസ കാലത്ത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓൺലൈൻ കോഴ്സുകളായിട്ടോ അല്ലെങ്കിൽ പ്രത്യേക പാക്കേജ് കോഴ്സുകളായിട്ടോ പ്രോഗ്രാമിംഗ് സ്കിൽസ് പഠിക്കാം. ഇതുമല്ലെങ്കിൽ ആദ്യ വർഷം തന്നെ അതത് കോളേജുകളിൽ നിങ്ങളെ പ്രോഗ്രാമിംഗ് സ്കിൽസും കോഡിംഗ് സ്കിൽസും പഠിപ്പിക്കുന്നതാണ്. അധ്യാപകരുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇത് പ്രത്യേകം പഠിച്ചെടുക്കുക. മൂന്നാമത്തേത് S ഫോർ സെലക്ഷൻ ഓഫ് കരിയർ ഡൊമൈൻസ്. പ്രിയ വിദ്യാർത്ഥികളെ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരിൽ കാണുന്ന ഒരു തെറ്റിദ്ധാരണ എഞ്ചിനീയറിംഗ് പഠനശേഷം എഞ്ചിനീയറിംഗ് മാത്രമാണ് ജോലി സാധ്യത എന്നാണ്. അങ്ങനെയല്ല. ഏതേത് മേഖലകളിലാണോ നമുക്ക് താല്പര്യം അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിന് നമുക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിൻ്റെ അടിസ്ഥാന പഠനം കഴിഞ്ഞാൽ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ വർഷം കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കരിയർ ഡൊമൈൻ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, എഞ്ചിനീയറിംഗിൻ്റെ സാങ്കേതികതയേക്കാൾ കൂടുതൽ കമ്പനികൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ട സ്കില്ലാണ് നമുക്ക് കൂടുതൽ എങ്കിൽ, ഇഷ്ടമാണ് നമുക്ക് കൂടുതലെങ്കിൽ മാനേജ്മെൻറ്റ് നമ്മളുടെ കരിയർ ഡൊമൈനായി നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി മെഡിക്കൽ ഫീൽഡിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണോ നിങ്ങൾ? അതിനും എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ സാധ്യതയുണ്ട്.
പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിൽ നമുക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും നമ്മുടെ കരിയർ ആ ഡൊമൈനിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എഞ്ചിനീയറിംഗ് പഠനകാലത്തിൻ്റെ ആദ്യ വർഷത്തിനോട് അടുത്ത് തന്നെ നമുക്ക് ആവശ്യമായ കരിയർ ഡൊമൈൻ തീരുമാനിക്കാൻ സാധിക്കണം. നമ്മുടെ കരിയർ ഡൊമൈൻ അഥവാ തൊഴിൽ മേഖല നമുക്ക് സ്വന്തമായി തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ വിദഗ്ധ അഭിപ്രായം തേടുകയോ ചെയ്യാം. എന്തിനാണ് ഇക്കാര്യം നേരത്തെ തീരുമാനിക്കേണ്ടത്? അതനുസരിച്ച് വേണം നമ്മുടെ മുന്നോട്ടുള്ള പഠനകാലത്ത് ആവശ്യമായ സ്കില്ലുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. നാലാമത്തേത് ഐ ഫോർ ഇന്റേൺഷിപ്പ് ആൻഡ് മിനി പ്രോജക്ട്സ്. എഞ്ചിനീയറിംഗ് എന്ന മേഖല പ്രായോഗിക പ്രവൃത്തി പരിചയത്തിന് വളരെയധികം പ്രാമുഖ്യമുള്ള ഏരിയയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പഠനകാലത്ത് നമുക്ക് ആവശ്യമായ പ്രവൃത്തി പരിചയം നേടിയെടുക്കുന്നതിന് സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും കരിക്കുലം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠന കാലഘട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനികളിൽ പോയി അവിടുത്തെ പ്രവൃത്തി പരിചയം നേടുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി അതത് കോളേജുകളിലെ പ്ലേസ്മെന്റ് സെല്ലുമായി സഹകരിച്ചുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി കരിക്കുലത്തിൽ പറയുന്നത് പോലുള്ള മിനി പ്രോജക്റ്റുകളും മെയിൻ പ്രോജക്റ്റുകളും ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായി ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് സംഭാവനകൾ നൽകുന്ന രീതിയിലുള്ള നല്ല പ്രോജക്റ്റുകൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. അഞ്ചാമത് പി ഫോർ പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻസ്. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. കമ്പനികൾ ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനുള്ള പ്രത്യേക രീതിയുണ്ട്. പ്രത്യേകമായും കമ്പനികൾ കോളേജുകളിൽ റിക്രൂട്ട്മെന്റിന് വരുന്ന സമയത്ത് ഇന്റർവ്യൂ നടത്തും, ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തും. ഇത് മൂന്നും ചെയ്യും എങ്കിൽ പോലും ആദ്യപടിയായി കമ്പനികൾ ആവശ്യപ്പെടുന്നത് പ്രത്യേകമായ അക്കാദമിക നിലവാരം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് അക്കാദമിക നിലവാരം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എഞ്ചിനീയറിംഗ് പഠനത്തിൽ. അതത് കോളേജുകളിലെ അധ്യാപകരുമായും പ്ലേസ്മെന്റ് സെല്ലുമായി സഹകരിച്ചുകൊണ്ട് ഇന്റർവ്യൂ സ്കില്ലുകൾ, ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കില്ലുകൾ എന്നിവയിൽ പ്രത്യേകമായ പരിശീലനം നിങ്ങൾ നേടിയെടുത്ത് അതിൽ പ്രാവീണ്യം നേടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സാധാരണ രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, വെർബൽ എബിലിറ്റി തുടങ്ങി വിവിധ മേഖലകളിൽ നിങ്ങളുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഇതിനും വേണ്ട പരിശീലനങ്ങൾ പഠനകാലത്ത് തന്നെ നേടിയെടുക്കുക. ആറാമത്തേത് എസ് ഫോർ സോഫ്റ്റ് സ്കിൽസ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവസാനമായിട്ടാണ് പറയുന്നത് എങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൻ്റെ പരമോന്നതമായ ഉദ്ദേശം നല്ല എഞ്ചിനീയർമാരെ വാർത്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല വ്യക്തികളെ വാർത്തെടുക്കുക കൂടിയാണ്. കമ്പനികൾ പ്ലേസ്മെന്റ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ വ്യക്തിത്വ വികസനമായിരിക്കും. ഇക്കാര്യത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും അക്കാദമിക കാര്യങ്ങൾ മാത്രമല്ല മറിച്ച് കോളേജുകളിൽ നടക്കുന്ന വിവിധങ്ങളായ ആക്ടിവിറ്റികൾ, ക്ലബ്ബുകളിലായാലും ആർട്സ് ഫെസ്റ്റിവലിലായാലും സ്പോർട്സ് തുടങ്ങിയ വിവിധ കാര്യങ്ങളിൽ സാമൂഹിക സേവനം ഉൾപ്പെടെ പങ്കെടുക്കുകയും ഇത്തരം കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും വേണം. ഇനിയും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അവസാനത്തോടു കൂടി പറയാം, ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ APS, IPS. A for academics, P for programming skills, S for selection of career domains, I for internships and projects, P for placement preparations, S for soft skills. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ജോലി ഉറപ്പായും ലഭിച്ചിരിക്കും. ഇതിൽ മൂന്നാമത് പറഞ്ഞ എസ്, സെലക്ഷൻ ഓഫ് കരിയർ ഡൊമൈൻസ്, വളരെ പ്രാധാന്യം അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ കരിയർ ഡൊമൈൻ സെലക്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഇന്റേൺഷിപ്പ് ആയാലും പ്രോജക്റ്റുകളായാലും തിരഞ്ഞെടുക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 4 ലക്ഷം രൂപ പ്രതിവർഷം ശമ്പളം ലഭിക്കുന്ന രീതിയിലാണ് പ്രധാനപ്പെട്ട കമ്പനികൾ കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും കോളേജുകളുടെ നിലവാരവും അനുസരിച്ചിട്ട് ഇത് 4 ലക്ഷം മുതൽ 40 ലക്ഷത്തിലധികം വരെ പോകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളെ, ഇനിയുള്ള 4 വർഷം ഏറ്റവും ശ്രദ്ധയോടെ പഠിക്കുക, ഏറ്റവും ശ്രദ്ധയോടെ പ്രിപ്പയർ ചെയ്യുക. APS, IPS എന്ന രഹസ്യ കോഡ് മനസ്സിൽ വച്ചുകൊണ്ട് പഠിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രത്യേകമായി ഒരു കാര്യം കൂടി, ഇത് വളരെ അധികം പ്രാധാന്യമുള്ളതാണ്. ഞാൻ അവസാനത്തോടു കൂടിയാണ് പറയുന്നതെങ്കിൽ പോലും, കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ്. ക്യാമ്പസുകളിൽ
റോങ് ഫ്രണ്ട്ഷിപ്പിനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് മനസ്സിൽ വെച്ചുകൊള്ളുക. ഒരിക്കൽ പോലും ഇത്തരം ചതിക്കുഴികളിൽ വീഴാതെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പ്രത്യേകമായി പഠിച്ച് വലിയ ജോലി കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസ് വഴി ഷെയർ ചെയ്യുക. നമുക്ക് അതിനുവേണ്ട മറുപടികൾ നൽകുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.